പച്ചപ്പും പുഴകളും ശാന്തമായ അന്തരീക്ഷവുമുള്ള പൂമംഗലം എന്നൊരു സുന്ദര ഗ്രാമം. വയലേലകൾ അതിരിടുന്ന അമ്പലങ്ങളും പള്ളികളും അതിനടുത്ത് സ്ഥിതി ചെയ്യുന്ന തനി കേരളീയ ഗ്രാമം. പൂമംഗലത്തെ വലിയൊരു പുരയിടത്തിൽ കരിങ്കൽ ഭിത്തിയും ഓടുമേഞ്ഞ മേൽക്കൂരയുമുള്ള ആ തറവാട് വീട്ടിലാണ് കാർത്യായനിയമ്മ ഉള്ളത്. ആ നാടിന്റെ ഐശ്വര്യത്തിന്റെ പ്രതീകം പോലെയായിരുന്നു ആ വീടും ആ അമ്മയും. ഈ കുടുംബത്തിന്റെ പേരിലാണ് ആ നാട് തന്നെ അറിയപ്പെടുന്നത്, പൂമംഗലം. നാട്ടുനടപ്പും ബന്ധങ്ങളുടെ വിലയ്ക്കും തലമുറകളായി കാത്തുസൂക്ഷിച്ചിരുന്ന ഒരു പശ്ചാത്തലമാണ് ആ കുടുംബത്തിനുള്ളത്. നാട്ടുകാർക്കെല്ലാം ഒരു വിസ്മയമായിരുന്നു കാർത്യായനി അമ്മ. വിവാഹം കഴിച്ചില്ല, പക്ഷേ തന്റേതായ പ്രയത്നം കൊണ്ട് പൂമംഗലം ദേശത്തെ ഏത് ധനികനെയും തോൽപ്പിക്കുന്നത്ര സ്വത്തും പ്രൗഢിയുമുള്ള ഒരു ജീവിതം. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഈ അമ്മയ്ക്ക് എന്തിനാണ് ഇത്രയും സ്വത്തുക്കൾ എന്ന് പലരും അടക്കം പറഞ്ഞു. ഈ സ്വത്തെല്ലാം ആർക്കായിരിക്കും എന്ന് പല കണ്ണുകളും അവരെ പിന്തുടർന്നു. അങ്ങനെ ഇരിക്കെയാണ് കാർത്യായനി അമ്മയുടെ ജീവിതത്തിലേക്ക് ആ രണ്ടുപേരെത്തുന്നത്, അജയനും സന്തോഷും. കാർത്യായനി അമ്മയുടെ ഒരേ ഒരു സഹോദരനായിരുന്നു വേണു. കാർത്യായനി അമ്മയ്ക്ക് സ്വന്തമായി മക്കളില്ലായിരുന്നുവെങ്കിലും അവർക്ക് ലോകം സഹോദരനും ആ കുടുംബവുമായിരുന്നു. പക്ഷേ ഒരു നിർഭാഗ്യകരമായ ദിവസം അമ്മയുടെ സഹോദരൻ അകാലത്തിൽ ഈ ലോകം വിട്ടുപിരിഞ്ഞു. സഹോദരന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അതോടെ ഒരു താങ്ങും തണലും ഇല്ലാതായി. മറ്റാരും കൈവിടാതെ സ്വന്തം മക്കളെ പോലെ അമ്മ അവരെ ഈ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അന്നു മുതൽ ആ തറവാട്ടിലെ വെളിച്ചവും പ്രതീക്ഷയും ചിരിയും എല്ലാം ഈ രണ്ടു മക്കളായിരുന്നു. അവർ അമ്മയുടെ കണ്ണിലുണ്ണികളായി വളർന്നു. അമ്മ അവരെ പഠിപ്പിച്ചു, വളർത്തി വലുതാക്കി. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ അവസാന കാലത്ത് എന്നെ നോക്കാൻ എന്റെ മക്കളുണ്ടാകും എന്ന് കാർത്യായനി അമ്മ അടിയുറച്ച് വിശ്വസിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അജയന്റെയും സന്തോഷിന്റെയും വിവാഹം കഴിഞ്ഞു. കാർത്യായനി അമ്മയ്ക്ക് പ്രായമായി. ശരീരത്തിന്റെ ബലക്കുറവ് തുടങ്ങി. ഈ ലോകത്ത് മറ്റാരേക്കാളും അവർക്ക് വിശ്വാസമുണ്ടായിരുന്നത് സ്വന്തം മക്കളെ പോലെ പോറ്റി വളർത്തിയ അജയനെയും സന്തോഷിനെയുമായിരുന്നു. ആ അമ്മയ്ക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ആഗ്രഹം പണമോ സ്വർണമോ ലോകസുഖങ്ങളോ ആയിരുന്നില്ല. അവർ പറഞ്ഞു, എന്റെ മരണം വരെ ഒരു നേരത്തെ ആഹാരം മുടങ്ങാതെ തന്നാൽ മതി. കിടപ്പിലായാൽ ഒന്ന് തിരിച്ചു കിടത്തണം. ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോൾ സ്നേഹത്തോടെ ഒന്ന് എടുത്തു തന്നാൽ മതി. എനിക്ക് എന്റെ തറവാടും എന്റെ ഈ സമ്പാദ്യങ്ങളും ഒന്നും വേണ്ട. എന്റെ അവസാന കാലത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോവരുത്. എന്റെ മക്കളുടെ സ്നേഹം മാത്രം മതി. കാർത്യായനി അമ്മയുടെ ആഗ്രഹം നിറവേറ്റാൻ അജയനും സന്തോഷും മത്സരിച്ചു. മാതൃസ്നേഹം നടിച്ചു അവർ അമ്മയുടെ അടുത്തു നിന്നു. ഞങ്ങളുണ്ടമ്മേ, അമ്മേ ഞങ്ങൾ ജീവന് തുല്യം നോക്കും. അമ്മ ധൈര്യമായിരിക്കണം എന്ന് പറഞ്ഞ് അവർ അമ്മയുടെ വിശ്വാസം നേടി. സ്നേഹവും വാത്സല്യവും ആവോളം കിട്ടിയപ്പോൾ കാർത്യായനി അമ്മയ്ക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. സഹോദരന്റെ മക്കളാണല്ലോ, സ്വന്തം രക്തമാണല്ലോ അവർ. അജയന്റെയും സന്തോഷിന്റെയും ഈ വാക്കുകൾ മാത്രം മതിയായിരുന്നു കാർത്യായനി അമ്മയ്ക്ക്. എനിക്ക് എന്റെ തറവാടും എന്റെ ഈ സമ്പാദ്യങ്ങളും വേണ്ട. എന്റെ അവസാന കാലത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോകുമ്പോൾ എന്റെ മക്കളുടെ സ്നേഹം മാത്രം മതി. ഈ ഒരൊറ്റ ആഗ്രഹത്തിന്റെ പേരിൽ മക്കളുടെ വാക്കുകളിൽ വിശ്വസിച്ച് അവരുടെ സ്നേഹപ്രകടനത്തിൽ മതിമറന്ന് തന്റെ ആയുസ്സിലെ സമ്പാദ്യമായതെല്ലാം കാർത്യായനിയമ്മ ഒസ്യത്തായി അവർക്ക് എഴുതി കൊടുത്തു. ഇതോടെ സ്വത്തിന്റെ പൂർണ്ണ അവകാശികളായി അവർ മാറി. പൂമംഗലത്തെ ആ തറവാടും അതിനോട് ചേർന്ന പുരയിടങ്ങളും ബാങ്കിലെ നിക്ഷേപങ്ങളും എല്ലാം ആ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ അവർക്ക് സ്വന്തമായി. കാർത്യായനിയമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം അവിടെ തുടങ്ങുകയായിരുന്നു. എഴുതിക്കൊടുത്ത പേനയിലെ മഷി ഉണങ്ങുന്നതിന് മുൻപേ ആ സ്നേഹത്തിന്റെ മധുരം കുറയാൻ തുടങ്ങി. അജയന്റെയും സന്തോഷിന്റെയും മുഖത്തെ ചിരി മാഞ്ഞു. മരുമക്കളുടെ സ്വരം കടുത്തു. സ്നേഹം അഭിനയിച്ചതിന്റെ പ്രതിഫലമായി സ്വത്ത് കിട്ടിയപ്പോൾ അവർ തങ്ങളുടെ യഥാർത്ഥ മുഖം പുറത്തെടുത്തു. അതുവരെ ഏറ്റവും നല്ല ഭക്ഷണമാണ് വിളമ്പിയിരുന്നത്. പതിയെ അത് കുറച്ചു. അമ്മയുടെ മുറിയിലേക്ക് വെറും കഞ്ഞിയും കൈപ്പേറിയ ചമ്മന്തിയും എത്തി തുടങ്ങി. അമ്മയ്ക്ക് വയസ്സായില്ലേ, ഇത്രയൊക്കെ മതി എന്ന് മരുമകൾ പരിഹസിച്ചു. വിശന്ന് കണ്ണു കലങ്ങുമ്പോഴും ആ അമ്മ ആരോടും ഒന്നും മിണ്ടിയില്ല. ഒരു നേരത്തെ ആഹാരം മുടങ്ങാതെ തന്നാൽ മതി എന്ന ആഗ്രഹം അവിടെ പൊലിഞ്ഞു. അമ്മ കിടപ്പിലായതോടെ അവർ അമ്മയെ ഒരു ബാധ്യത പോലെ കണക്കാക്കി. അമ്മയുടെ മുറിയുടെ വാതിൽ പതിവായി അടഞ്ഞു കിടന്നു. മക്കളോ പേരക്കുട്ടികളോ
ആ മുറിയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അമ്മ ഒറ്റയ്ക്ക് ചുമയ്ക്കുമ്പോഴും സഹായത്തിനായി വിളിക്കുമ്പോഴും മാത്രമാണ് ആരെങ്കിലും ഒന്ന് എത്തി നോക്കുക. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയുണ്ട് എന്ന നിസ്സംഗ മറുപടിയിൽ അവരൊഴിഞ്ഞു മാറി. ഡോക്ടർ കുറിച്ച മരുന്നുകൾ കൃത്യസമയത്ത് കിട്ടാതായി. ചിലപ്പോൾ അവർ മറന്നുപോകും. വേദന സഹിക്കാതെ അമ്മ വിളിച്ചു ചോദിക്കുമ്പോൾ മരുമകൾ ദേഷ്യത്തോടെ കയർക്കും. സ്വന്തം മക്കളെന്ന് കരുതിയവർ തന്നെ ഒരു പണപ്പെട്ടിയായി മാത്രം കണ്ട കാഴ്ച. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചുകൊണ്ട് അവർ അമ്മയെ വീണ്ടും വീണ്ടും പീഡിപ്പിച്ചു. ആ തറവാട്ടിൽ താൻ പോറ്റി വളർത്തിയ മക്കളുടെ മുന്നിൽ കാർത്യായനി അമ്മ ഒറ്റപ്പെട്ടു. ഒരു തടവുകാരിയെ പോലെ കണ്ണീരോടെ കിടന്നു. ഒന്ന് തിരിഞ്ഞു കിടന്നാൽ ഒരു ഗ്ലാസ് വെള്ളം തരാൻ പോലും ആരുമില്ലാതെ ആ വൃദ്ധശരീരം പതിയെ ക്ഷയിച്ചു തുടങ്ങി. ദിവസങ്ങളും മാസങ്ങളും വേദനയും അവഗണനയിലും കടന്നുപോയി. ഒടുവിൽ താൻ ഏറ്റവും സ്നേഹിച്ചവരുടെ ക്രൂരതയ്ക്ക് മുന്നിൽ ആ വൃദ്ധഹൃദയം തളർന്നു. ഒരു പുലർക്കാലത്ത് കാർത്യായനി അമ്മ ഈ ലോകത്തോട് വിട ചൊല്ലി. അമ്മയുടെ മരണം സ്വത്തിന്റെ ഉടമകളായ അജയനും സന്തോഷിനും ഒരു ആഹ്ലാദം മാത്രമാണ് ഉണ്ടാക്കിയത്. അവരുടെ മുഖത്ത് ദുഃഖത്തിന്റെ ഒരു ഭാവം പോലും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് ഇനി എന്തൊക്കെ വേഗത്തിൽ തീർക്കാം എന്ന ആകാംക്ഷ മാത്രമായിരുന്നു. ബന്ധുക്കളും നാട്ടുകാരും എത്തി. എല്ലാവരും കാത്തിരുന്നത് ആ തറവാട്ടു വീട്ടുമുറ്റത്ത് ആ അമ്മയ്ക്ക് വേണ്ടി ഒരുക്കിയ ചിതയായിരുന്നു. എന്നാൽ അവിടെയാണ് ആ നാടിനെ ഞെട്ടിച്ചുകൊണ്ട് ആ ക്രൂരമായ സത്യം പുറത്തു വന്നത്. മക്കൾ ഒരുമിച്ച് നിന്ന് തീരുമാനമെടുത്തു. അമ്മയുടെ മൃതദേഹം പൊതു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നാട്ടുകാർ അത്ഭുതപ്പെട്ടു. ഇത്രയും സ്വത്തിന്റെ ഉടമയായിരുന്ന അമ്മയ്ക്ക് സ്വന്തം വീട്ടിൽ ഒരിടം കൊടുക്കുന്നില്ലേ? അവരുടെ മറുപടി ക്രൂരമായിരുന്നു. ഈ സ്ഥലം വിൽക്കാനുള്ളതാണ്. ഇവിടെ ചിതയൊരുക്കിയാൽ പിന്നെ അത് ശ്മശാനമായി മാറും. വിൽക്കാൻ ബുദ്ധിമുട്ടാകും. ഞങ്ങൾക്ക് നഷ്ടം വരാൻ പാടില്ലല്ലോ. സ്നേഹം നടിച്ച് നേടിയെടുത്ത സ്വത്ത് വിൽക്കുമ്പോൾ ഒരു കുറവും വരാതിരിക്കാൻ വേണ്ടി അമ്മയുടെ മൃതദേഹത്തെ അവർ വീടിന്റെ പടിയിറക്കി വിട്ടു. തന്റെ ജീവിതകാലം മുഴുവൻ പടുത്തുയർത്തിയ ആ തറവാട് വീട്ടിൽ ഒരൊറ്റ മുറിയിൽ കിടന്നു മരിച്ച ആ അമ്മയ്ക്ക് ഒരു തുണ്ട് മണ്ണ് പോലും നിഷേധിച്ചു. കാർത്യായനി അമ്മയുടെ അന്ത്യയാത്ര ലോകത്തൊറ്റപ്പെട്ടുപോയ ഒരു അനാഥയെ പോലെ ആ തറവാട് വീട്ടുമുറ്റത്ത് നിന്നും തുടങ്ങി അവരുടെ സ്വത്തിന്റെ സമ്പന്നതയുടെ നടുവിലൂടെ പൊതു ശ്മശാനം ലക്ഷ്യമാക്കി നീങ്ങി. ആ അമ്മയുടെ ഒരേ ഒരാഗ്രഹം അവസാന കാലത്ത് സ്നേഹം കിട്ടണം എന്നത് മാത്രമായിരുന്നു. പക്ഷേ അവിടെ തകർന്നു പോയത് അത് മാത്രമായിരുന്നില്ല. ജീവിച്ചിരുന്നപ്പോൾ സ്നേഹം നൽകാതിരുന്ന മക്കൾ മരിച്ചപ്പോൾ ഒരു പിടി മണ്ണ് പോലും നിഷേധിച്ചു. പൂമംഗലം ഗ്രാമത്തിൽ സംഭവിച്ച ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? കാർത്യായനി അമ്മ സ്വത്തിന് വിലയിട്ടത് സ്നേഹം കൊണ്ടാണ്. എന്നാൽ ആ മക്കൾ സ്നേഹത്തിന് വിലയിട്ടത് പണം കൊണ്ടാണ്. നമ്മൾ ഓർക്കണം, ഒരു മനുഷ്യന്റെ വില അവന്റെ ബാങ്ക് ബാലൻസിനേക്കാളും അവന്റെ സ്വത്തിനേക്കാളും എത്രയോ വലുതാണ്. പണം സമ്പാദിക്കാം, വീട് പണിയാം. പക്ഷേ വാർദ്ധക്യത്തിൽ സ്വന്തം അമ്മയെ സ്നേഹത്തോടെ നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്ത് എന്ത് നേടിയിട്ടും കാര്യമില്ല. നമുക്ക് ചുറ്റും ഇങ്ങനെയുള്ള കാർത്യായനി അമ്മമാർ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ. സ്നേഹത്തേക്കാൾ വലുതല്ല ഈ ലോകത്ത് മറ്റൊന്നും എന്ന് നമുക്ക് ഉറക്കെ വിളിച്ചു പറയാം.